സാറേ, നമ്മളിങ്ങനെ കുത്തി നോക്കുന്നവരോട് നമ്മളെ സമീപനം എങ്ങനെയായിരിക്കണം? ഒരു വല്ലാത്തൊരു സൂക്കേടാവും. കാരണം മറ്റുള്ളവനെ വേദനിപ്പിക്കുക, അവൻ്റെ കണ്ണീര് കാണുക. നമ്മൾ പറയാറില്ലേ, മോൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമോടെ കണ്ണീര് കണ്ടാൽ മതിയാണ്. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അത്. അതിൻ്റെ മുമ്പിൽ നമ്മൾ തളർന്ന് തകർന്ന് തരിപ്പണമായിട്ട് ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് അവർ ബേസിക്കലി ഉദ്ദേശിക്കുന്ന സാധനം. അതെ, നമ്മൾ ആ റൂട്ടിലേക്ക് എത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആനന്ദം കൂടിക്കൊണ്ടേയിരിക്കും. ഒന്ന്, അവരെ നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട്, നമ്മൾ കൃത്യമായ രൂപത്തിൽ നമ്മളുടെ ഗോളുകളെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് മുന്നേറുക എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുന്നേറ്റം തടയുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ബേസിക് സാധനം, അജണ്ട. അതാണ് അവരുടെ അജണ്ട. നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും നമ്മൾ ഓരോ സക്സസ്സുകൾ കൊണ്ടുവരികയും ചെയ്താൽ ഇവർ വീണ്ടും വീണ്ടും അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും. ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നോബിളായ റിവഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ പുരോഗമനം, നമ്മളുടെ ഉയർച്ച, ഗ്രോത്ത്, അതിനെ കൃത്യമായ രൂപത്തിൽ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സൂക്കേട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉയർച്ചയുടെ ഗ്രാഫ് കൂടുന്നു. ഇതാണ് എൻ്റെ എനർജി എന്ന ഒരു ഫീലിങ്സ് അവർക്ക് കൊടുത്താൽ പതുക്കെ ആ സൂക്കേടങ്ങ് മാർക്കറ്റിൽ പോകും. ഓക്കെ.